First King chapter 8 verse 61. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 61-ാമത്തെ വചനം വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക. യെസ്. ആകയാൽ ഇന്നുള്ളതുപോലെ നിങ്ങൾ അവന്റെ ചട്ടങ്ങൾ അനുസരിച്ച് നടപ്പാനും അവന്റെ കൽപ്പനകളെ പ്രമാണിപ്പാനും നിങ്ങളുടെ ഹൃദയം നമ്മുടെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരിക്കട്ടെ. ഒന്നുകൂടെ ഒന്ന് വായിച്ചേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ആകയാൽ ഇന്നുള്ളതുപോലെ നിങ്ങൾ അവന്റെ ചട്ടങ്ങൾ അനുസരിച്ച് നടപ്പാനും അവന്റെ കൽപ്പനകൾ പ്രമാണിപ്പാനും നിങ്ങളുടെ ഹൃദയം നമ്മുടെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം, your heart wholly devoted to Lord, പൂർണ്ണ ഹൃദയത്തോടെ ഏകാഗ്രതയോടെ നിങ്ങളുടെ ഹൃദയമായിരിക്കട്ടെ. ഇന്നത്തെ ദൈവത്തിന്റെ ആലോചന, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്ര ഹൃദയമായി തീരട്ടെ. എന്തിനാ? അവന്റെ വാക്കുകളും അവന്റെ ചട്ടങ്ങളും അനുസരിച്ച് പ്രമാണിച്ച് നാം എന്ത് ചെയ്യാൻ? നടക്കാൻ. ഈ വായിച്ച വചനം എന്ന് നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുമ്പോ, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം എന്ന് പറയുന്നത് ശലോമോൻ ആലയം പ്രതിഷ്ഠിച്ച് അതിനുശേഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ചില ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ശലോമോൻ ആലയം പെട്ടകം കൊണ്ടുവന്നു, ആലയം പ്രതിഷ്ഠിച്ച് എന്നിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വാക്ക്. ഈ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം തൊട്ട് പരിശോധിക്കുമ്പോൾ ഈ ശലോമോൻ രാജാവിന്റെ ചില പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും. ദാവീദിന് ശേഷം ദൈവം രാജസ്ഥാനത്ത് അവന്റെ മകനായ ശലോമോനെ ദൈവം കൊണ്ടുവന്നു. ദാവീദ് ആലയം പണിയാൻ ആഗ്രഹിച്ചു. പക്ഷെ ദൈവം പറയുന്ന, അല്ല, നിന്നെ കൊണ്ടല്ല, നിന്റെ തലമുറയെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? പണിയിപ്പിക്കും. അങ്ങനെ രാജാവായതിനു ശേഷം ഇനി എല്ലാവരും ശ്രദ്ധിച്ചോണം, നമ്മുടെ ലൈഫിലേക്ക് പരിശുദ്ധ നമ്മൾ തൊടാൻ പോവുകയാണ്. ശലോമോന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒന്ന് രാജാക്കന്മാർ 3:3 ഒന്ന് ശ്രദ്ധിച്ചേ. ഒന്ന് രാജാക്കന്മാർ 3:3. ശലോമോൻ യഹോവയെ സ്നേഹിച്ചു. മതി, അത്ര. ശലോമോൻ യഹോവയെ സ്നേഹിച്ചു. രാജ്യപദവി കിട്ടി, അധികാരങ്ങൾ കിട്ടി, എല്ലാ സമ്പത്തും ചെങ്കോലും ക്രമീകരണങ്ങൾ ലഭിച്ചു. പക്ഷെ ദൈവത്തെ മറന്നില്ല. ദൈവത്തെ എന്ത് ചെയ്തു? സ്നേഹിച്ചു. നമ്മളെ കുറിച്ചും ദൈവം അതാണ് ഏകാഗ്ര ഹൃദയത്തോടായിരിക്കുക. ഇത്ര വലിയ പൊസിഷനിൽ നിന്നിട്ടും മറ്റൊന്നിലേക്കും സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്. ബൈബിളിന്റെ അർത്ഥം, ദൈവം നമ്മെ ഉയർത്തേണ്ട, ചിലവരെ വ്യത്യസ്തമായ രീതിയിൽ ഉയർത്തും, ചിലരെ ഏത് മണ്ഡലത്തിലും ദൈവം കൊണ്ടെത്തിക്കും. പക്ഷെ നമ്മുടെ ഹൃദയം ഒറ്റ കാര്യമായിരിക്കണം, ആ തന്നത് ഒന്നിനും സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്നവരായി നമ്മുടെ ജീവിതത്തിൽ മാറണം. ചിലപ്പോൾ നമ്മുടെ ഇന്നത്തെ നമുക്കറിയാം, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കഴിഞ്ഞ 2-3-4 വർഷം ഒന്ന് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്ക്. അവിടെ കിടന്ന എന്തൊക്കെയോ അവസ്ഥയിൽ നിന്നും ഇന്ന് എത്രയൊക്കെ നല്ല അവസ്ഥ ദൈവം കൊണ്ടെത്തിച്ചു. നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളിലേക്കും ദൈവാത്മാവ് നമ്മെ കൊണ്ടുവന്നില്ലേ? അങ്ങനാണെങ്കിൽ കർത്താവിന്റെ വരവ് താമസമെങ്കിൽ നാളുകൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോഴത്തെ കൊരച്ചിലും അവസ്ഥകളും ഞെരുക്കങ്ങളിലും മേൽ വിശാലതയും ഉയർച്ചയും നന്മയും തന്നു മാനിക്കാൻ ഈ ദൈവം വിശ്വസ്ത ദൈവമാണ്. പക്ഷെ നമ്മെ ഉയർത്തുമ്പോൾ, നമ്മെ മാനിക്കുമ്പോൾ, നമ്മുടെ ജീവിതം വരുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കർത്താവിനോടുള്ള സ്നേഹം ഒരിക്കലും കുറയരുത്. എത്ര നമ്മിൽ വന്നാൽ അതിനോട് സ്നേഹം പോകരുത്. പകരം എന്തിനോടായിരിക്കണം? കർത്താവിനോട് സ്നേഹമായിരിക്കണം. നമ്മുടെ ദൈവമക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് പറ്റിപ്പോകുന്ന അബദ്ധ കാര്യങ്ങളെല്ലാം നന്നായി സെറ്റപ്പായി കാര്യങ്ങൾ പോകുമ്പോൾ അറിയാതെ അതിലേക്ക് നമുക്ക് സ്നേഹം വരും. ഞാൻ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പറയാം, ഉലകത്തിൽ എന്തൊക്കെ മായക്കാഴ്ചകൾ ഉണ്ടായാലും, എന്തൊക്കെ നല്ലതുണ്ടായാലും, അതിനെ ഒന്നിനെ സ്നേഹിക്കാൻ പോകാതെ ആ പ്രണയബന്ധം, ആ സ്നേഹബന്ധം കർത്താവിന് 1-ാം സ്ഥാനം. അതിനുശേഷമാണ് ബാക്കിയുള്ളതെല്ലാം. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കർത്താവിനോടുള്ള സ്നേഹത്തെക്കാൾ അപ്പുറമായി വേറെ എന്തിനെങ്കിലും നമ്മൾ സ്നേഹിച്ചു തുടങ്ങിയാൽ അതറിയാതെ എന്തോ ആയി തീരും? വിഗ്രഹാരാധനയായി തീരും.
ഉള്ള സ്നേഹമായിരിക്കും. അപ്പൊ ശലോമോൻ ഇത്രയും വന്നിട്ട് ആരെ സ്നേഹിച്ചേ? സ്നേഹിച്ചു, കർത്താവിനെ സ്നേഹിച്ചു. പക്ഷേ ശ്രദ്ധിച്ചോളാം, ദൈവം ആ സ്നേഹിക്കുന്നവന്റെ മുമ്പിൽ ദൈവം വെളിപ്പെടും. ആ സ്നേഹത്തിന്റെ മുമ്പിൽ, ആ കർത്താവുമായിട്ടുള്ള, കാരണം ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞ ഒരു ബന്ധമാണ്, റിലേഷനാണ്. എല്ലാവരും ശ്രദ്ധിച്ചോണം, നമ്മൾ മതത്തിന്റെ ജീവിതം അല്ല, ആചാരാനുഷ്ഠാനങ്ങളുടെ ജീവിതമല്ല, ഇത് റിലേഷന്റെ ജീവിതം. യേശു ക്രിസ്തു എന്ന വ്യക്തിയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. അതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ, ആ ഫെലോഷിപ്പിലേക്ക് വിളിച്ചത്. മോനെ അതിന്റെ 5 കാണിച്ചേ, 5 വായിച്ചേ. ഗിബിയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ഈ ദൈവത്തെ സ്നേഹിച്ച ശലോമോന് ദൈവം രാത്രിയിൽ സ്വപ്നത്തിൽ എന്ത് ചെയ്തു? പ്രത്യക്ഷനായി. കർത്താവിനെ സ്നേഹിച്ചു തുടങ്ങിക്കോ, നിനക്കൊരു വ്യക്തിപരമായ എൻകൗണ്ടറുകൾ, വ്യക്തിപരമായ ഇടപെടലുകൾ, നിന്നോട് മാത്രം ദൈവം സംസാരിക്കുന്നത് ചിലതിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തും. ഒരാണ്ട് തീരാൻ ചുരുങ്ങിയ ദിവസങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ പറയുന്നു, ഈ 2024 തീരും മുമ്പേ കർത്താവിനെ സ്നേഹിക്കുന്ന പൈതലേ, നിനക്ക് ദൈവമായിട്ട് ചില ഇടപാടുകൾ, ദൈവം ചില സ്വപ്നത്തിൽ നിനക്ക് പ്രത്യക്ഷനാകും. എത്ര പേര് കൊതിക്കുന്നുണ്ട്? എത്ര പേര് കൊതിക്കുന്നുണ്ട്? മറ്റെല്ലാം നമുക്ക് നല്ല വീട്, നല്ല കാറ്, നല്ല സ്ത്രീകൾ, നല്ല ജീവിത സാഹചര്യങ്ങൾ, തെറ്റില്ല. അതൊക്കെ നമ്മൾ കൊതിക്കും, അതൊക്കെ പ്രാർത്ഥിക്കും. അതൊക്കെ രണ്ടാമത് നിൽക്കട്ടെ. അതിനേക്കാൾ അപ്പുറമായി കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നീ എനിക്കൊന്ന് വെളിപ്പെടണം, നിന്റെ സാന്നിധ്യം അനുഭവിക്കണം, നീ എന്നോടൊന്ന് സംസാരിക്കണം എന്ന് ചിന്തിക്കുന്നവന്റെ മുമ്പിൽ ഈ ആണ്ട് തീരും മുമ്പേ ദൈവം ഇടപെടും. എത്ര പേര് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ പറയുന്നു, ചിലതിനെ ഉറപ്പിക്കാൻ ദൈവം ചിലത് ഇടപെടും. എന്തോ അവിടെ നിന്ന് ദൈവാത്മാവ് സംസാരിക്കുകയാണ്. അത് സ്വപ്നത്തിലെങ്കിൽ സ്വപ്നത്തിൽ, ഓഡിബിൾ വോയിസ് പോലെ നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടണമെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടും. കാരണം നീ കർത്താവിനെ സ്നേഹിക്കുന്നതാണെങ്കിൽ. സ്വപ്നത്തിൽ ഇടപെട്ടിട്ട് എന്തോ പറഞ്ഞേ? നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്നും ദൈവം അരുളി ചെയ്തു. നിനക്ക് എന്തോ വേണ്ടേ? നിന്റെ ആവശ്യം എന്താ? നീ ചോദിച്ചോളാൻ പറഞ്ഞു. കാരണം കർത്താവിനെ സ്നേഹിക്കുന്നതിന് മുമ്പിൽ ദൈവം വെളിപ്പെടും. നിനക്ക് എന്തോ വേണ്ടേ? നിന്റെ നീഡ് എന്താ? പക്ഷെ ശലോമോൻ പറഞ്ഞതാണ് ഏറ്റവും ഭയങ്കരം. ഷോർട്ടാക്കി ഞാൻ പറയാം. അതിന് 7 വിട്ടെന്ന് വായിച്ചേ. ദൈവം പ്രസാദിക്കുന്ന കാര്യം തിരിച്ചു ചോദിച്ചു. എന്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എന്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാനോ ഒരു ബാലനത്രേ. ഒരു കാര്യം പറയാം, ഒത്തിരി സന്തോഷമുണ്ട്. എന്റെ അപ്പനായ ദാവീദിന് പകരം സിംഹാസനത്തിൽ നീ എന്നെ കൊണ്ടിരുത്തി. ഒരു യോഗ്യതയില്ല, ഞാനിപ്പോൾ ആരാ? ബാലനത്രേ. അടുത്തത്, കാര്യാദികൾ നടത്തുവാൻ എനിക്ക് അറിവില്ല. നീ തെരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കും ഇല്ലാത്തതുമായി വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിന്റെ മധ്യേ അടിയനിരിക്കുന്നു. ഞാൻ ബാലനാണ്, ഇച്ചിരി കുറവുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് എവിടാ? പെരുത്ത ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ എന്ത് ചെയ്യുക? ഈ മഹാജാതിയുടെ മുമ്പിൽ ഞാൻ രാജാവായിരിക്കുക. ഈ കാര്യങ്ങളെ നിവർത്തിക്കാൻ തക്കവണ്ണം എനിക്ക് വേണ്ട കഴിവില്ല, കാര്യാദികൾ നടത്താൻ പറ്റത്തില്ല. ഇനി 9 ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ്, പ്രാർത്ഥിച്ചോ, ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ. നമുക്ക് വേണ്ട ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചേ. പല കൃപാവരങ്ങളും നമ്മൾ ആഗ്രഹിക്കുക, ഗുണവും ദോഷവും, തെറ്റും ശരിയും എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ഒരു കഴിവ് ദൈവം നമുക്ക് തരും. മനുഷ്യന് വേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തിലേക്ക് പോകും? പരിജ്ഞാനക്കേടിലേക്ക് പോകും. ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരയണമേ. മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. വിവേകമുള്ള ഹൃദയത്തോടെ, ആ അണ്ടർസ്റ്റാൻഡിങ്ങോടെ എനിക്ക് ജീവിപ്പാൻ ആവശ്യമുള്ളത് ദൈവം എനിക്ക് തരണേ. ഇനി എല്ലാവരും ശ്രദ്ധിച്ചേ. ഇതുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അനുഭവം
വിഷയങ്ങൾ പരിഹാരമായില്ലേ? ആമേൻ. വിവേകത്തോടെ പരിജ്ഞാനത്തോടെ നമുക്ക് നിൽക്കാൻ സാധിച്ചാൽ അതൊരു ജയമാണ്. ഈ കർത്താവേ, വേറൊന്നും എനിക്ക് വേണ്ട, പകരം നീ എനിക്ക് ഇത് നൽകണമേ. ഇനി താരോട്ടൊന്ന് വായിച്ചേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്കും കഴിയും. അല്ല, ഇനി 10, 11 വായിച്ചു. ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ഈ കാര്യം ശലോമോൻ ചോദിച്ചത് കൊണ്ട് കർത്താവിന് എന്ത് ചെയ്തു? അങ്ങനത്തെ ഒരു കാര്യം ചോദിച്ചുകൊണ്ട് കർത്താവിന് പ്രസാദമായി. അടുത്തത്, ദൈവം അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ദൈവം എന്നിട്ട് അവനോട് പറയാം, എനിക്ക് പ്രസാദമായി. കാരണം പറയാണ്, നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിനുള്ള വിവേകമെന്ന കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, സ്ക്രീനിലോട്ട് എല്ലാവരും ശ്രദ്ധിച്ചേ. ആ ചോദിച്ച ചോദ്യത്തിന് മുമ്പിൽ ദൈവം പറയാണ്, നീ ദീർഘായുസ് ചോദിച്ചില്ല, സമ്പത്ത് ചോദിച്ചില്ല, ശത്രു സംഹാരം ചോദിച്ചില്ല, പകരം ന്യായപാലനത്തിലുള്ള വിവേകം എന്ന ഒറ്റ കാര്യം നീ ചോദിച്ചത് കൊണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകമുള്ള ഒരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പേ ഉണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിന്റെ ശേഷം ഉണ്ടാകുകയുമില്ല. കണ്ടോ, കർത്താവ് പറയാണ്, ഹല്ലേലൂയ, നീ അത് ചോദിച്ചത് കൊണ്ട് ഞാൻ നിനക്ക് തരുന്നു. നിനക്ക് സമനായി മുമ്പും പിമ്പും ഇനി ഇതുപോലില്ല. കാരണം ശലോമോനെ പോലെ വിശേഷ ജ്ഞാനം കൊണ്ട് നിറച്ചതവൻ ആരും ഉലകത്തിലില്ല. സദൃശവാക്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ, സഭാപ്രസംഗി വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, ഇതുപോലെ ജ്ഞാനം കൊണ്ട് നിറഞ്ഞ പുസ്തകം വേറെയില്ല. കാരണം എന്താ? ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ വേറെ ആർക്കും ഇല്ലാത്തത് ദൈവം കൊടുത്തു. ഇന്ന് അതിൽ നിന്നൊരു ദൂതുണ്ട്, ആത്മീയ ദൂതുണ്ട്. നീ ദൈവത്തെ സ്നേഹിച്ച് ദൈവസന്നിധി നിന്നാൽ വേറെ ആരിലും വെളിപ്പെടാത്ത, വേറെ ആരിലും നടക്കാത്ത, വേറെ ഒരു കുടുംബത്തിൽ നടക്കാത്ത അത്ഭുത വിടുതൽ നിനക്കായി, നിന്റെ തലമുറക്കായി എന്റെ ദൈവം ചെയ്യൂ. ഇതുവരെ വേറെ ആരിലും ചെയ്തിട്ടില്ലാത്ത, നിന്റെ ബന്ധുക്കളും നിന്റെ ചാച്ചക്കാരിലും നിന്റെ കൂടപ്പറപ്പിലും ചെയ്തിട്ടില്ലാത്തത് നിന്റെ ലൈഫിൽ ചെയ്യാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. കരമടിച്ച നല്ല ദൈവത്തിനൊന്ന് മഹത്വം കരേറ്റി. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ. അതാണ് വിശുദ്ധ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾക്ക് ഒരുത്തന് ജ്ഞാനം കുറവാണെങ്കിൽ നീ എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അവൻ അത് ലഭിച്ചിരിക്കും. ഇന്ന് പകൽ എന്താണോ കുറവുള്ളത്, ശലോമോൻ പറയാണ്, ഓടി അപ്പന്റെ സന്നദ്ധിയിൽ വാ, ദൈവത്തെ സ്നേഹിക്ക്, അവനോട് ചോദിച്ചാൽ അവൻ നിനക്ക് ഉത്തരത്തെ നൽകിയിരിക്കും. റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് റോമർ 10 പറയുന്നു, വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നൽകുവാൻ അവൻ സമ്പന്നനായ ദൈവം. ഇന്ന് പകൽ ചിലതിനെ ഉറപ്പിച്ചു പറയുന്നു, നീ കർത്താവിനെ സ്നേഹിച്ചാൽ നിനക്ക് വേണ്ടി വേറെ ആരിലും വെളിപ്പെടാത്തത്, വേറെ ആർക്കും കൊടുക്കാത്തത് നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ചെയ്യും. നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ചെയ്യും. അത് മാത്രമല്ല, റോമർ 8 ബൈബിൾ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. നിനക്ക് വേണ്ടി ചെയ്യുക മാത്രമല്ല, തിന്മയായതുപോലെ നന്മയ്ക്കായി മാറ്റാൻ ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. കണ്ടോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്യുന്നത്. അങ്ങനെ ദൈവം ജ്ഞാനം കൊടുത്ത് ശലോമോൻ യഹോവയ്ക്ക് ആലയം പണിതു. 8-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, ആലയം പണിഞ്ഞിട്ട് പ്രതിഷ്ഠയ്ക്ക് മുമ്പേ ഒരു കാര്യം ചെയ്തു. അവിടെ ഇല്ലായിരുന്ന പെട്ടകത്തെ, കാരണം ദൈവസാന്നിധ്യത്തെ കാണിക്കുന്ന, ദൈവജനത്തെ കാണിക്കുന്ന, ദൈവമഹത്വത്തെ കാണിക്കുന്ന യഹോവയുടെ പെട്ടകം ഇല്ലായിരുന്നു. തിരിച്ചത് ആലയത്തിൽ കൊണ്ടുവച്ചു. എന്നിട്ടങ്ങോട്ട് സ്തുതിയും ആരാധന തുടങ്ങിയപ്പോ ശുശ്രൂഷകർക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി. ശലോമോൻ പറയുന്ന രണ്ടാമത്തെ ഒരു കാര്യം, എന്തൊക്കെ കാര്യങ്ങൾ ക്രമീകരിച്ചാലും,
എന്തൊക്കെ സെറ്റപ്പും ക്രമീകരണങ്ങളും അമ്പരചുംബിയായ ബിൽഡിംഗ് പണിഞ്ഞു വെച്ച് എല്ലാ ക്രമീകരണങ്ങളും ആലയത്തിന് ചെയ്തു വെച്ചാലും ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ ഒന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു സത്യം, എന്തുണ്ടെങ്കിലും ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഒന്നാം സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന് കൊടുക്കണം. ദൈവമഹത്വത്തിന് അതിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. ഈ ദാവീദിന്റെ ജീവിതത്തിൽ ഒരു പാപം സംഭവിച്ച് 51 സങ്കീർത്തനം എഴുതുമ്പോ ദാവീദ് ഒരു കാര്യം പറഞ്ഞു, കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. പറ്റിപ്പോയി, തെറ്റുപറ്റിപ്പോയി. പക്ഷെ ആത്മാവ് പോയാ എനിക്കൊരു മിനിറ്റ് പോലും നിൽക്കാൻ പറ്റത്തില്ല. ആ രക്ഷയുടെ സന്തോഷം എന്നിൽ നിന്ന് പോകും. മോശയുടെ മുമ്പിൽ ദൈവം യാത്രയാവാൻ പറഞ്ഞപ്പോൾ മോശ പറയുന്നുണ്ട്, പുറപ്പാട് 33 കിടപ്പുണ്ട്, കർത്താവെ തിരുസാന്നിധ്യം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ടുപോകരുതേ. യഹോവ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് മുമ്പേ പോകാം. കാരണം അവർക്കറിയാം ദൈവസാന്നിധ്യം കൂടില്ലെങ്കിൽ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതെല്ലാം വൃഥാവാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, ദൈവമക്കൾ, കുഞ്ഞുങ്ങൾ, ഒന്നാം സ്ഥാനം എന്തിനു കൊടുക്കണം അറിയാമോ? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന് കൊടുക്കണം. നമുക്കത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ദഹിക്കാൻ. പക്ഷെ ഒന്നാം സ്ഥാനം ദൈവാത്മാവിന് കൊടുക്കാമോ, ബാക്കി കാര്യം ആത്മാവ് ചെയ്യും. നിന്നെ ജയിപ്പിക്കേണ്ടടുത്ത് ദൈവാത്മാവ് ജയിപ്പിക്കും. നിനക്കൊരബദ്ധം പറ്റിയ, ഇവൻ ഒരു അബദ്ധം പറ്റിയെന്ന് വിചാരിച്ചോ, അവിടെ നിന്ന് പോലും നിന്നെ നന്മയിലേക്ക് തിരിച്ചു കയറ്റാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ കർത്താവിൽ വിശ്വാസത്തിൽ വന്ന ശേഷം ഒന്നാം സ്ഥാനം ദൈവ സാന്നിധ്യവും ദൈവവചനത്തിനുമായിരുന്നു. ഞാൻ പറയാം, അത് കൊടുത്തതിന്റെ പേരിൽ ഒന്നും ഒരു കുറവും ഉണ്ടാകത്തില്ല. ഞാൻ ആ സമയങ്ങളിലൊക്കെ മിക്ക ദിവസങ്ങളിലും ഉച്ച കഴിഞ്ഞ് ക്ലാസ് കട്ട് ചെയ്യുമായിരുന്നു. വേറെന്തെങ്കിലും പരിപാടിക്ക് വേണ്ടിയല്ല. എനിക്ക് ചില സമയത്ത് ദൈവ സാന്നിധ്യം വരും, ബൈബിൾ വായിക്കാൻ തുടങ്ങും. ഒറ്റ ഇടുപ്പിനിരുന്ന് അങ്ങ് ബൈബിൾ വായിക്കുക. അന്ന് ചില ബുക്കുകൾ കിട്ടി, വിശ്വാസത്തിൽ വന്ന സമയമോ, ഉച്ച കഴിഞ്ഞ് ക്ലാസ്സിന് പോകത്തില്ല, ഇരുന്ന് ഇത് ചെയ്യാൻ പോവാ, വായിക്കാൻ തോന്നുന്നു, ഇത് ചെയ്യുന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ദൈവത്തിന് വേണ്ടിയും ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയും ചിലത് മാറ്റിവെച്ചാൽ നിനക്കൊരു കുറവുണ്ടാകത്തില്ല. നിന്നെ ജയിപ്പിക്കാൻ അവൻ വിശ്വസ്തനാണ്. മാർക്ക് തരാൻ അവൻ വിശ്വസ്തനാണ്. നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ്. നീ പ്രതീക്ഷിക്കാത്ത ഡോർ നിനക്ക് വേണ്ടി തുറന്നു തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. കാരണം എന്താണെന്നറിയാമോ? മോശെ പറയാനും കാരണമുണ്ട്. കാരണം ഇസ്രായേൽ മക്കളെ നീണ്ട വർഷത്തെ അടിമത്തത്തിൽ നിന്നും അവര് പുറത്തു വന്നപ്പോൾ അവരെ നയിച്ചതെന്ന് പറയുന്നത് മേഘം അവർക്ക് മുമ്പിലും പിമ്പിലുമായിരുന്നു. അവർ കൂടെ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഒരു സമയത്ത് പ്രതിസന്ധി വന്ന് ഫറവോനും കൂട്ടരും പിടിക്കുമെന്ന് തോന്നിയപ്പോൾ മുമ്പിൽ നടന്ന ദൈവമഹത്വ സാന്നിധ്യം അവരുടെ പുറയിലോട്ട് വന്ന് തന്റെ ജനത്തെ അവരെ പ്രൊട്ടക്ട് ചെയ്തു. ബാക്കി വരുന്ന ഇരുട്ടും ഫ്രണ്ടിൽ പോകുന്നവർക്ക് വെളിച്ചം നടത്തി മറുകര എത്തിച്ചതാണ് എൻ്റെ കർത്താവിന്റെ സാന്നിധ്യം. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് അടിച്ചത് ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക, രണ്ട് കർത്താവിന്റെ സാന്നിധ്യത്തിന് ഒന്നാം സ്ഥാനം നമ്മൾ കൊടുക്കണം. ശലോമോൻ പെട്ടകം കൊണ്ടുവച്ചു. എന്നിട്ട് ഇനിയാണ് ദൂതിലേക്ക് വരാൻ പോവുക. ശലോമോൻ പെട്ടകം കൊണ്ടുവച്ച് ദൈവത്തിന്റെ മഹത്വം പറയും. അതിന്റെ 11-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ യഹോവയുടെ തേജസ് 8:11 ആലയത്തിൽ നിറഞ്ഞുകൊണ്ട് പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ പോലും എന്ത് ചെയ്തില്ല, കഴിഞ്ഞില്ല. ശുശ്രൂഷിക്കാൻ പോലും കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് 12 മുതലുള്ള വാക്യം ആലയം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ശലോമോന്റെ പ്രാർത്ഥന. അതിൽ നിന്നാണ് നമ്മൾ ഇന്ന് വായിച്ചത്. ആലയം പ്രതിഷ്ഠിച്ച് എന്ത് ചെയ്യുക, ശലോമോൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ഇനി ശ്രദ്ധിച്ചു, ആ പ്രാർത്ഥന 14-15 വായിച്ചേ. മനോഹരമായൊരു പ്രാർത്ഥന. അതിൽ നിന്നൊരു ദൂതുണ്ട്. പിന്നെ ഇസ്രായേൽ സഭ മുഴുവനും നിന്നുകൊണ്ടിരിക്കെ രാജാവ് മുഖം തിരിച്ച് ഇസ്രായേലിന്റെ സർവ്വസഭയെയും അനുഗ്രഹിച്ച് പറഞ്ഞത് എന്തെന്നാൽ, എന്റെ അപ്പനായ, ആ വാക്ക് ശ്രദ്ധിച്ചോണം. അതിന്റെ 15, എന്റെ അപ്പനായ ദാവീദിനോട് തിരുവായി കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. കണ്ട ദൂത് ശ്രദ്ധിച്ചോ? എല്ലാവരും ശ്രദ്ധിച്ചോ? ഈ ആണ്ട് തീരും മുമ്പ് ചിലതിനോട്, അല്ലെങ്കിൽ വരാൻ പോകുന്ന ആണ്ട്
നൂറ്റാണ്ടുകളുടെ ആദ്യ നാളുകളിൽ സകലനെ തൊട്ട് ദൂത് പറയാ, എന്റെ അപ്പനായ ദാവീദിനോട് തിരുവാകൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് അവൻ പ്രവർത്തിച്ചു. ഇന്ന് പകൽ ഓരോരുത്തരുടെ ദൂത് പറയാ, തിരുവാകൊണ്ട് ദൈവം നിന്നോട് എന്തെങ്കിലും ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്ന ഒരു ദൈവത്തെയാ നമ്മൾ സേവിക്കുന്നത്. തിരുവാകൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്ന ദൈവം. കരമടിച്ച നല്ല ദൈവത്തിന് ഇന്ന് പകലൊന്ന് മഹത്വം കരേറ്റിയേ. അവൻ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ഒരു മഹാദൈവമാണ്. തിരുവാകൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിക്കും. ഞാൻ ഓരോരുത്തരെ തലയെ തൊട്ട് പ്രവചിക്കുന്നു, എന്റെ ദൈവം തിരുവാകൊണ്ട് അരുളി ചെയ്തത് നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി തൃക്കൈ കൊണ്ട് അവൻ പ്രവർത്തിക്കും. അവൻ വാ കൊണ്ട് അരുളി ചെയ്തത് അവന്റെ കരം പ്രവർത്തിക്കുക. ദൈവം പറഞ്ഞതിനെ ദൈവം പൂർത്തീകരിക്കാൻ അവന്റെ കരം ചലിക്കുക. ശലോമോൻ പറയാണ്, എന്റെ അപ്പനായ ദാവീദിനോട് അങ്ങ് തിരുവായ് കൊണ്ട് പറഞ്ഞു, പക്ഷെ എന്റെ കയ്യാൽ ദൈവത്തിന്റെ കരം ചലിച്ച് അത് സംഭവിച്ചു. ഉറക്കെ പറ, തിരുവാ കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്ന ദൈവം. ഒന്നും കൂടെ പറ, തിരുവാ കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്ന ദൈവം. നമ്മൾ പറയും ഇതെങ്ങനെ സംഭവിക്കും, പക്ഷേ അവന്റെ കൈയുണ്ട്. ആകാശത്തെ ഭൂമിയും നിർമ്മിച്ച കരമുണ്ട്. അത് ചലിച്ചാൽ അത് സംഭവിച്ചിരിക്കും. ഇത് തന്നെയാണ് ഈ 1 രാജാക്കന്മാർ 8:15 പറഞ്ഞ അതേ വചനം തന്നെയാണ് 8:24 പറയുന്നത്. വീണ്ടും ഓർപ്പിക്കുന്നുണ്ട്, നീ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസന് ചെയ്ത വാഗ്ദത്തം പാലിച്ചിരിക്കുന്നു. തിരുവായ് കൊണ്ട് അരുളി ചെയ്തത് ഇന്ന് കാണും പോലെ തൃക്കൈ കൊണ്ട്. തിരുവാ കൊണ്ട് അരുളി ചെയ്തത് ഇന്ന് കാണും പോലെ തൃക്കൈ കൊണ്ട്. വാ കൊണ്ട് അരുളി ചെയ്തപ്പോ കണ്ടില്ല, തൃക്കൈ പ്രവർത്തിച്ചപ്പോ കാണാൻ ദൈവം ഇടയാക്കി. ഇന്ന് കാണുന്ന പോലെ മനോഹരമായ ആലയമാക്കി മാറ്റാൻ ദൈവം ഇടയാക്കി. ഇന്ന് പകൽ ഈ ദൂതിനെ ഒന്ന് സ്വീകരിക്കാമോ? എൻ്റെ ദൈവം എന്നോടും എൻ്റെ കുടുംബത്തോടും പറഞ്ഞത്, വരും ദിവസങ്ങളിൽ കാണത്തക്കവണ്ണം അവൻ തിരുവായ് കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്ന നല്ല ദൈവം. ഹല്ലേലൂയ. എന്നിട്ട് ആലയം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന 22 മുതൽ ശക്തമായ ഒരു പ്രാർത്ഥന കാണാം. കരങ്ങളെ മലർത്തി 22 തൊട്ടൊന്ന് വായിച്ചേ. ശലോമോൻ യഹോവയുടെ യാഗപീഠത്തിന്റെ മുമ്പിൽ ഇസ്രായേലിന്റെ സർവ്വസഭയും സമക്ഷത്ത് നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് കൈമലർത്തി പറഞ്ഞതെന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുമ്പാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്കായി നിയമവും ദയയും പാലിക്കുന്ന നിന്നെ പോലെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യാതൊരു ദൈവവുമില്ല. എല്ലാവരും ശ്രദ്ധിച്ചേ. ഇവിടെ പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ അവന്റെ മുമ്പാകെ നടക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി നിയമവും ദയയും പാലിക്കുന്ന നിന്നെ പോലൊരു ദൈവം സ്വർഗത്തിലാകട്ടെ താഴെ ഭൂമിയിലാകട്ടെ വേറെ എങ്ങുമില്ല. നമ്മൾ വായിച്ച വചനത്തിലേക്ക് വരാം. ഹൃദയം ഏകാദ ചിത്തയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന, പൂർണ്ണ ഹൃദയത്തോടെ അവന്റെ മുമ്പിൽ നിൽക്കുന്ന, തന്റെ ദാസന്മാർക്ക് വേണ്ടി ദയയും ന്യായവും പാലനം ചെയ്യുന്ന ഈ ദൈവത്തെ പോലെ വേറൊരു ദൈവം ഇല്ല. ഒന്ന് ശലോമോൻ പറയുന്നു, ദൈവത്തെ സ്നേഹിച്ചു. 2, അവന്റെ സാന്നിധ്യത്തിന് പെട്ടകത്തിന് അടുത്ത സ്ഥാനം കൊടുത്തു. 3, ദൈവത്തിന് മഹത്വം കരുറ്റുന്നു. തിരുവായ് കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് പ്രവർത്തിക്കുന്ന ദൈവം. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ അത് മാറത്തില്ല, അവന്റെ കരം ചലിക്കും. എന്നിട്ട് അതുകൊണ്ട് ചേർത്ത് പറയാണ്, പൂർണ്ണ ഹൃദയത്തോടെ ദൈവം മുമ്പാകെ നടക്കുന്ന, ദൈവസന്നിധി നിൽക്കുന്ന ദൈവ പൈതലേ, നിന്നോടൊരു ദൂത് പറയാ. അവർക്ക് വേണ്ടി ന്യായവും പാലനം ചെയ്യുന്ന, നിയമം പാലിക്കുന്ന ഇതുപോലത്തെ ഒരു ദൈവം വേറെ എങ്ങുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും എവിടെ നോക്കിയാലും കാണത്തില്ല. നമ്മുടെ ദൈവത്തെ പോലെ, യെശൂരിന്റെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. അതിന്റെ അർത്ഥം കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിന്റെ വഴികൾ നടക്കുന്ന, ഹൃദയം പൂർണ്ണമായി ദൈവത്തെ സമർപ്പിച്ച
ഏകാത ചിത്തയോടെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഇറങ്ങി പ്രവർത്തിച്ചിരിക്കും. നമുക്കറിയാവുന്നൊരു സംഭവമാണ് ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ രാജാവ് വലിയൊരു സ്വർണ്ണ ബിംബത്തെ വിഗ്രഹത്തെ ഉണ്ടാക്കി. ഇനി കുറെ നാളത്തേക്ക് അതിനെ നോക്കി ആരാധിക്കണം, പ്രാർത്ഥിക്കണം. പക്ഷേ ശത്രുക്കും മേശക്ക് അബേദകം എന്ന് പറയുന്നവർ എന്തോ വന്നാലും ഞങ്ങൾ വണങ്ങത്തില്ല, ഞങ്ങളുടെ ദൈവം വിടിവിക്കൂന്നറിയാം, വിടിവിച്ചാലും വിടിവിച്ചില്ലേലും നീ നിർത്തിയതിനെ ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, വണങ്ങത്തില്ല. അവന് പ്രമാണമുള്ളവനാ, വേറൊന്നിന്റെ മുമ്പിൽ വണങ്ങത്തില്ല, സത്യ ദൈവത്തെ മാത്രമേ ആരാധിക്കത്തുള്ളൂ. പക്ഷെ തീരുമാനം എടുക്കാനേ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം നിയമം എന്താണെന്നറിയാമോ? ഇത് അനുസരിക്കാത്തവൻ എരിയുന്ന തീച്ചൂളയിൽ വലിച്ചിടും. രാജകൽപ്പനയാണ്. ആ രാജാവിനോടും വിളിച്ചു പറയാ, ഞങ്ങളുടെ ദൈവം വിടിവിക്കുന്നറിയാം. ഇനി അഥവാ വിടിവിക്കാൻ ഇറങ്ങി വന്നില്ലേലും നീ നിർത്തിയതിനെ ഞങ്ങൾ വണങ്ങത്തില്ല. ദൈവത്തിന്റെ വാക്കിനു വേണ്ടി, ദൈവത്തിന്റെ നിയോഗത്തിനു വേണ്ടി, ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി, ഹൃദയം ഏകാത ചിത്തയോടായിരിക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് ന്യായപാലനം ചെയ്യുന്ന ഈ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. ഇതും കൂടെ കേട്ടപ്പോ കോപം ഉദിച്ചു. ഹല്ലേലൂയ. നിയമം വീണ്ടും ശക്തമായി, വീണ്ടും തീച്ചൂള പല മടങ്ങ് കൂട്ടി. ഹല്ലേലൂയ. ഇവരെ പിടിച്ച് ബന്ധിച്ച് 3 പേരെ ബന്ധിച്ച് ആ തീയിലേക്ക് എറിഞ്ഞ് കൊണ്ടുപോയവർ വരെ ദഹിച്ചു പോകുന്നതാണ്. അത്രയ്ക്കും തീച്ചൂള കയറിയ അവരെ കൊണ്ട് അങ്ങോട്ടിട്ടോ. ഹല്ലേലൂയ. അടുത്ത സെക്കൻഡിൽ രാജാവ് നോക്കുമ്പോൾ നോക്കുന്നൊരു കാഴ്ച, ഹല്ലേലൂയ, വെന്തെരിഞ്ഞു പോകേണ്ടതാണ്. പക്ഷെ 3 കെട്ടിയിട്ടു. അപ്പുറത്ത് 4-മനായി 3 കെട്ടഴിഞ്ഞിരിക്കുന്നു, അപ്പുറത്ത് 4-മൻ ദൈവദൂതനെ പോലെ നിൽക്കുന്നു. ഇട്ടവരെ വിളിച്ചു ചോദിച്ചു, നമ്മൾ 3 പേരെയല്ല ഇട്ടേ? ശരിയാണ്, കെട്ടിയല്ല ഇട്ടേ, കെട്ടിയ ഇട്ടേ. പക്ഷെ കെട്ടഴിഞ്ഞും 4 കാണുന്നു. ഇന്ന് പകൽ എരിയുന്ന തീച്ചൂളയിലും എത്ര കെട്ടപ്പെട്ട അവസ്ഥയിലും ഏതഗാധതയിലും 4-മനായി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവന് വേണ്ടി, അവന്റെ ന്യായത്തെ പാലിക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകലും ചിലതിനോട് പറയുന്നു, അവനെ സ്നേഹിക്കുക. ഹല്ലേലൂയ. ദൈവത്തെ എന്ത് ചെയ്യുക? സ്നേഹിക്കുക. നമ്മൾ വായിച്ച വചനത്തിലേക്ക് വരാൻ പോവാ. 8:61 അതിന്റെ 58 തൊട്ടൊന്ന് വായിച്ചു. 58 തൊട്ട് 61 വരെ വായിച്ച് ഒന്ന് വായിച്ചേ. അവന്റെ എല്ലാ വഴികളിലും നടക്കേണ്ടതിനും അവൻ നമ്മുടെ പിതാക്കന്മാരോടും 58 മുതൽ പിതാക്കന്മാരോട് കൽപ്പിച്ച അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടക്കേണ്ടതിന് നമ്മുടെ ഹൃദയത്തെ തങ്കലേക്ക് ചായ്ക്കുമാറാകട്ടെ. ഈ പ്രമാണങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് ഇന്നത്തെ മെസ്സേജ് എല്ലാവരും ശ്രദ്ധിച്ചേ. ക്രിസ്ത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഹൃദയത്തെ എങ്ങോട്ട് ചായ്ക്കണം? ദൈവത്തെങ്കിലേക്ക് ചായണം. അടുത്തേക്ക് തൊട്ട് പറയാം, വേറെ എങ്ങും ചായല്, കർത്താവിലേക്ക് ചായ എന്ന് പറയാം. വേറെ എങ്ങും ചായരുത്. പിള്ളേരും യൗവനക്കാരും എല്ലാവരോടാ പറയുന്നത്, ഇങ്ങ് പോയി ഒന്നും ചായണ്ട. നീ കർത്താവിലേക്ക് ചായാൻ നിനക്ക് ചാഞ്ഞു വരേണ്ടതെല്ലാം ദൈവം കൊണ്ടെത്തിക്കും. ആദ്യം എങ്ങോട്ട് ചായണം? എങ്ങോട്ട് ചായണം? നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുന്ന മരം കണ്ടില്ലേ, കാറ്റടിക്കുമ്പോ നമ്മുടെ അയ്യത്ത് ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്. കാറ്റടിച്ച് കഴിയുമ്പോൾ പകുതി കൊമ്പ് അപ്പുറത്തെ വീട്ടിലോട്ട് ചാഞ്ഞു, ഇച്ചിരി കഴിയുമ്പോൾ അവിടുത്തത് ഇങ്ങോട്ട്. ഇതെല്ലായിടത്തും ഉള്ളതാ കാറ്റടിക്കുന്നത്. പക്ഷെ നമ്മള് ദൈവം അറിയുന്നുണ്ടോ? ആ വാക്ക് ശ്രദ്ധിച്ച് അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടക്കേണ്ടതിന് നമ്മുടെ ഹൃദയം തങ്കിലേക്ക് ചായ, ഏകാഗ്ര ചിത്തയായിരിക്കും. ലൈഫിന്റെ ബ്ലെസ്സിങ് അവിടെ. ഹൃദയം എന്ത് ചെയ്യുക? നമ്മുടെ ഏറ്റവും വലിയ വിഷയം നമ്മുടെ മനസ്സല്ലേ. ഈ നിങ്ങൾ ശ്രദ്ധിക്കുക, മനസ്സ് അസ്വസ്ഥപ്പെട്ട എല്ലാം പോയി. യേശു ഈ ഭൂമിയിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. യോഹന്നാൻ പറഞ്ഞാല് നിങ്ങളുടെ ഹൃദയം കലങ്ങി. ഹൃദയം കലങ്ങിയ എല്ലാം കലങ്ങി. ആണോ അല്ലയോ? ആണ്. ഏത് മനുഷ്യനായാലും, എത്ര വലിയ വിൽ പവർ ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര വലിയ സമ്പാദ്യം ഉണ്ടെന്ന് പറഞ്ഞു, എന്തോ മനുഷ്യനായാലും ഹൃദയം കലങ്ങിയ പോയി. അതൊക്കെ ഹൃദയം കലങ്ങരുത് എന്നെ വിശ്വസിപ്പി. അപ്പൊ അതിനർത്ഥം എന്താ? കലങ്ങുന്ന അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകും. പകരം ആ കലങ്ങാതെ നമ്മുടെ ഉള്ള എങ്ങോട്ട് ഡൈവേർട്ടാക്കണം? കർത്താവിലേക്ക് ചായണം. ഞാൻ പ്രാക്ടിക്കലായി ഒരു കാര്യം, നമ്മുടെ ഇതിന്റെ അകത്തോട്ടെ, ഹൃദയത്തിലോട്ടെ നമ്മൾ പലതും ജീവിതത്തിൽ ഇപ്പൊ ഇന്ന് മുതൽ നമ്മൾ പലതും കേൾക്കും, പലതും കാണും, പലതും ഇടപെടും. പക്ഷെ എല്ലാം ഹൃദയത്തിലോട്ട് കയറ്റരുത്. ചിലത് ഹൃദയത്തിൽ കെട്ടിയാൽ നമ്മുടെ ജീവിതത്തെ വരെ തകർത്ത് കളയുന്ന സംഭവം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സിബ് ഉണ്ടാകുന്നത് നല്ലതാ. ചിലത് കേട്ട് മതി, അടച്ചു. അവിടെ നമ്മൾ ഇടപെടുന്നത് വ്യക്തികൾ, സമൂഹം
സമൂഹങ്ങൾ നമ്മുടെ ഉള്ളിനൊരു മുറിവ് പറ്റിയ അത് ഉണക്കിയെടുക്കാൻ ഇച്ചിരി ഭയങ്കര പാടാ. കാലൊന്ന് മുറിഞ്ഞു, അല്ലെങ്കിൽ നമ്മള് കത്തി എടുത്ത് ഉപയോഗിച്ചു, വീട്ടിൽ ഒന്ന് മുറിഞ്ഞു, ഓക്കെ, നമ്മൾ തന്നെ കെട്ടും. ശരിയല്ലെങ്കിൽ ഡോക്ടറിനെ കൊണ്ട് മരുന്ന് കെട്ടി, ഇനി അത്യാവശ്യം സ്റ്റിച്ച് വേണ്ടത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മുറിവ് കൊടുത്ത് സംഭവം ചെയ്ത് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച മാക്സിമം സാധനം സെറ്റായി റെഡിയായി. 2 കാൽസ്യത്തിന്റെ ഗുളികയും കൂടെ കഴിച്ചാൽ പെട്ടെന്ന് എന്ത് ചെയ്യും, വീണ്ടും പഴയതുപോലെ സെറ്റായി. അല്ലെങ്കിൽ ഗുളിക കഴിക്കാത്തവർ ഫുഡ് ക്രമീകരിക്കുന്നു, കാൽസ്യം കൂടുതൽ കഴിക്കുന്നു, സെറ്റായി. പക്ഷെ മനസ്സിന്റെ മുറിവ് വന്നാൽ അത് ഇച്ചിരി പാടാ. നമ്മളെല്ലാവരും അവരത് പറഞ്ഞു ഇത് പറഞ്ഞല്ലോ, നമ്മുടെ ഉള്ളിങ്ങനെ ഓരോ ദിവസം കിടന്ന് ഞെരുങ്ങ. കാരണം എല്ലാം എന്തിനാ കേറ്റുന്നേ? വിട്ടുകളാ, അവക്കൊള്ളതല്ല, അല്ലെ അവൻ പരിജ്ഞാനക്കേടി പറഞ്ഞതാ, വിട്ടുകളാ. ഹൃദയത്തിന്റെ അകത്തേക്ക് കയറിയാൽ എല്ലാം വലിച്ചു കയറുമ്പോ അന്നത്തെ ദിവസം വൈകിട്ട് ചെല്ലുമ്പോ നമ്മുടെ ഉള്ളങ്ങ് ഇറങ്ങ് വല്ലാതാവും. അതുകൊണ്ട് ദൈവം കുഞ്ഞുങ്ങളോട് പറയുന്നു, നമ്മുടെ ഹൃദയം അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, ദൈവത്തോട് സാന്നിധ്യം പറ്റത്തില്ല, ദൈവം സംസാരിച്ച് കേൾക്കാൻ പറ്റത്തില്ല, നമുക്ക് ഒന്നിനും ഒരു അനുഭവം തോന്നത്തില്ല, ഒന്നിനും നമുക്കൊരു പ്രൊഡക്റ്റീവായിട്ട് ജീവിതത്തിൽ ഇടപെടാൻ തോന്നത്തില്ല. ഇത് മുന്നോട്ട് പോയാൽ അറിയാതെ നിരാശ കയറും. അതാണ് പിന്നീട് ഡിപ്രഷൻ. ഒന്നിനോടും വലിയ താല്പര്യം കാണത്തില്ല, നമുക്ക് ഡിപ്രഷൻ, ഒന്നും ചെയ്യാൻ തോന്നത്തില്ല. പലരുടെയും ജീവിതത്തിൽ പറ്റിപ്പോന്നു. കുറച്ച് കഴിയുമ്പോ ഒരു വിരക്തി, അല്ല ഇങ്ങനെയൊക്കെ, അല്ല, നിന്നെ കുറിച്ച് അതിനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് ഏറ്റവും വേണ്ടത് മനസ്സേകാന്തരമായിരിക്കുക. പകരം എങ്ങോട്ട് ചായണം? കർത്താവെങ്കിലോട്ട് ചായണം. എനിക്കിന്ന് ഒരു ആഗ്രഹിക്കുന്നത്, ഇന്ന് ഈ മീറ്റിംഗ് ആശീർവാദം കഴിയുന്നതോടെ നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവെങ്കിലോട്ട് ചായുന്ന ഹൃദയങ്ങളായി മാറട്ടെ. എങ്കിൽ ഞാൻ ഉറപ്പ് തരാം, നീ കർത്താവിലേക്ക് ചാഞ്ഞാൽ നിന്നിലേക്ക് ചാഞ്ഞിറങ്ങേണ്ടി വരേണ്ടതല്ല, എന്റെ ദൈവത്താൽ തീർക്കയാൽ അത് സംഭവിക്കും. കരമടിച്ച് കർത്താവിന്റെ മഹത്വം കരേറ്റിയേ. ഈ മുഖ്യ കൽപ്പന എന്തെന്ന് പുതിയ നിയമത്തിൽ യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു എന്താ പറഞ്ഞു? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ. ചുമ്മാ കർത്താവിനെ സ്നേഹിക്കണമെന്നല്ല പറഞ്ഞത്. ഞാൻ സമയത്തിനോട് വാക്യം എടുക്കുന്നില്ല. മർക്കോസ് 12:30 കിടപ്പുണ്ട്. ഹല്ലേലൂയ. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ കർത്താവിനെ എന്ത് ചെയ്യണം? എന്നിട്ടാണ് രണ്ടാമത്തതോ, കൂട്ടുകാരനെ, എല്ലാരും കേട്ടിരിക്കുന്ന കൂട്ടുകാരനെ സ്നേഹിക്കണമെന്നാ. കൂട്ടുകാരനെ സ്നേഹിക്കണമെന്നല്ല, അതിന്റെ കൂട്ടത്തിൽ എന്തോ പറഞ്ഞേക്കുന്നേ? ഒന്നുകൂടെ പറഞ്ഞേ. കൂട്ടുകാരനെ. അപ്പൊ ആദ്യം ആരെ സ്നേഹിക്കണം? ദൈവത്തെ സ്നേഹിച്ച് കഴിഞ്ഞിട്ട് ആദ്യം അടുത്ത ആരെ സ്നേഹിക്കണം? നമ്മളെ. ചിലർക്ക് നമ്മളോട് സ്നേഹം. നമ്മൾ ആരോട് സ്നേഹിക്കണം? എന്തോ ദൈവാത്മാവ് ഇങ്ങനെ കൊണ്ടുപോകും കേട്ടോ. നമ്മൾ ആദ്യം സ്നേഹിക്കണം? കർത്താവിനെ സ്നേഹിക്കണം. അടുത്തത് നമ്മളോട് സ്നേഹം ഉണ്ടാകും. കണ്ണാടിയിലൊക്കെ രാവിലെ എഴുന്നേറ്റ് ദൈവം തരാം, അയ്യോ ഞാൻ ഇങ്ങനെ ആയപ്പോലെ, എൻ്റെ മുഖം ഇങ്ങനെ ആയല്ലോ, എൻ്റെ മുടി ഇങ്ങനെ ആയല്ലോ, ശരീരം ഇങ്ങനെ ആയല്ലോ, ജീവിയാലും വരുന്നില്ല, പൊറിഞ്ഞാലും വരുന്നില്ല, പെട്ടെന്ന് എണ്ണ ഇറങ്ങുന്നു, പെട്ടെന്ന് ഓയിൽ ഇറങ്ങുന്നു, അത് ശരിയല്ല, ഇത് ശരിയല്ല, എൻ്റെ ജീവിതം അങ്ങനെയാ ഇങ്ങനെ. അല്ലല്ല, ആദ്യം എന്നെ സ്നേഹിക്കണം, കർത്താവിനെ സ്നേഹിക്കണം. നമ്മൾ ഈ സെൽഫ് പറയുമല്ല, നമുക്ക് നമ്മളോടൊരു സ്നേഹം ഉണ്ടെങ്കിലേ ഇത് അങ്ങോട്ട് ഒഴുകാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആദ്യം ആരെ സ്നേഹിക്കണം? ഈ കല്യാണത്തിന്റെ കൗൺസിലിംഗ് വരുമ്പോൾ ആദ്യം ഇടയ്ക്ക് പറയുന്നൊരു കാര്യം, ചിലപ്പോൾ അവർ ജെട്ടോ അവരൊരിക്കലും തമ്മി സ്നേഹിക്കണം എന്നൊക്കെ ആദ്യം പറയും. നീ ആദ്യം നിന്നോടൊരു സ്നേഹം ഉണ്ടാവണം, എങ്കിലേ നിനക്ക് മറ്റാളെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് നമ്മളോടൊരു സ്നേഹം ഇല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ, നീ നിന്റെ ശരീരത്തെ, നീ നിനക്കെന്ത് ചെയ്യണം? അപ്പൊ അത് നമുക്ക് ആദ്യം ഉണ്ടായിരിക്കണം. അടുത്തിരിക്കുന്നവരോട് ഒരു സ്വയമേ ഒരു സ്നേഹം വേണമെന്ന് പറയും. ആദ്യം നമുക്ക് കെട്ടുപൊട്ടുക. ഇന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഇത് ശുശ്രൂഷയ്ക്കകത്തൊരു വിടുതലാകാൻ പോവാ. നിങ്ങളുടെ ലൈഫ് ക്വാളിറ്റി ആയിട്ട് മാറണം. ആദ്യം നമ്മൾ കർത്താവിനെ സ്നേഹിച്ച് നമ്മളോട്, കാരണം നമ്മളോട് സ്നേഹം പറയണമെങ്കിൽ എന്താ? ഈ ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന് ഒരു ബോധ്യം നമ്മുടെ അകത്തുണ്ടെങ്കിൽ എങ്കിലും നമ്മളെ അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങത്തുള്ളൂ. അത് രാവിലെ എഴുന്നേറ്റ് നിരാശയൊക്കെ വരുമ്പോൾ എഴുന്നേറ്റ് കണ്ണാടി പോയി നോക്കിട്ട് പറയാം, ഞാൻ എൻ്റെ ദൈവത്തിന്റെ പൈതല. അത് ധൈര്യത്തോടെ പറയണം, ഞാൻ എൻ്റെ ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ഞാൻ ഭൂമിയിൽ വെറുതെ അല്ല ആയിരിക്കുന്ന ചില നിയോഗമുണ്ട്. പകുതി ഭാരം എടുത്തു മാറും. അപ്പൊ നിന്നെ പോലെ നിന്റെ കൂട്ടനെ ഇനി ശ്രദ്ധിച്ചേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വായിച്ച വചനത്തിലേക്ക് ഒന്ന് വന്നേ. 8 അത് വായിച്ചൊന്ന് പൂർത്തീകരിച്ചേ. നിന്റെ പൂർണ്ണ ഹൃദയം ദൈവത്തോട് ചായുമാറാകട്ടെ. 59 തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല. 59 കാണി. ഓക്കേ, കറക്റ്റ് വായിക്കുന്നു. മറ്റൊരുത്തനുമില്ല എന്ന് ഭൂമിയിലെ
എന്റെ വചനങ്ങൾ രാവും പകലും നമ്മുടെ ദൈവമായ യഹോവയുടെ സന്നിധാനത്തിൽ ഇരിക്കുമാറാകട്ടെ. എന്നിട്ടാണ് 61 നമ്മൾ വായിച്ചത്. ആകയാൽ ഇന്നുള്ളതുപോലെ നിങ്ങൾ അവന്റെ ചട്ടങ്ങൾ അനുസരിച്ച് നടപ്പാനും അവന്റെ കൽപ്പനകൾ പ്രമാണിപ്പാനും നിങ്ങളുടെ ഹൃദയം നമ്മുടെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരിക്കട്ടെ, ഏകാദ ചിത്തരോടായിരിക്കും. 2 ദിനവൃത്താന്തം 16:9 ബൈബിൾ പറയുന്നു, യഹോവയുടെ കണ്ണ് തങ്കിൽ ഏകാദചിത്തന്മാർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടി സഞ്ചരിക്കുന്നു. ദൈവം മേളിൽ നോക്കുക, ഇങ്ങനെ സെർച്ച് ചെയ്യുക. തന്നിൽ ഏകാദചിത്തന്മാർ ആരുണ്ട്? അവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കുന്ന ദൈവം. ഇതിനൊരു കാര്യമാണ്, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹൃദയം കർത്താവിലേക്ക് ചായുന്ന ഡിവോട്ടഡ്, ദൈവത്തോട് അപൂർണ ഏകാഗ്രതയോടായിരിക്കുന്നവരെ ദൈവം നോക്കിക്കാണുന്നു. അതായത് ഞാൻ ഈ ശലോമോൻ സദൃശ്യവാക്യം 3:5-6 പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെങ്കിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. 3:6 നിന്റെ എല്ലാ വഴികളിലും അവനെ നിനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതയെ നേരെയാക്കും. നിന്റെ എല്ലാ വഴികളിലും നീ അവനെ നനച്ചാൽ അവൻ നിന്റെ പാത എന്ത് ചെയ്യും? നേരെയാക്കും. ഒരു വാക്ക് ശ്രദ്ധിച്ചേ. ലൂക്കോസ് 10:38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അതിൽ നിന്ന് ഒരു ആത്മീയ ആലോചന പറഞ്ഞ് ഒരു അടുത്ത പ്രധാനപ്പെട്ട ദൂത് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. ലൂക്കോസ് 10:38 മുതൽ എല്ലാവരും ശ്രദ്ധിച്ചോണം. ഈ അവസാന മിനിറ്റുകളിൽ വളരെ പ്രയർഫുൾ ആയിരിക്കും. ദൈവാത്മാവ് നമ്മൾ സംസാരിക്കുന്നു. ലൂക്കോസ് 10:38 മുതൽ 42 വരെയുള്ള വചനങ്ങൾ വായിക്കുന്നു. പിന്നെ അവൻ യാത്ര പോകയിൽ അവനൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കൽ വന്നു, കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഒരു മിനിറ്റ് ശ്രദ്ധിക്കണമേ. യേശു കർത്താവ് ഒരു ഗ്രാമത്തിൽ ചെന്ന് 2 സഹോദരിമാരുടെ ഭവനം, മാർത്ത മറിയ. ചെന്നപ്പം മുതലേ മാർത്ത എന്ന പറയുന്ന സഹോദരി എന്ത് ചെയ്തു? യേശുവിന് പോകുന്നു, എന്തൊക്കെ ക്രമീകരിക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, ഭയങ്കര ക്രമീകരണങ്ങൾ. പക്ഷെ 39ാമത്തെ വാക്യം വായിക്കുമ്പോൾ മറിയ എന്ന സഹോദരി എന്താണ്? കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവൾ വേറൊന്നിനും പോയില്ല. യേശു വന്ന ഉടനെ, ഈ ബെഥാനിയയിലെ വീട്ടിൽ യേശു വന്ന ഉടനെ അവൾ കാൽക്കൽ ഇരുന്ന് കർത്താവിന്റെ വചനം കേൾക്കുക. മറ്റേ ആൾ ഡിസ്റ്റർബാ, അതുണ്ടാക്കുന്നു ഇതുണ്ടാക്കുന്നു, യേശുവിന് ഉച്ചയ്ക്ക് എന്തോ കൊടുക്കേണ്ട, ഇഷ്ടമുള്ളത് എന്താ, ഈ ഒരു ചിന്താഭാര അകത്ത് കയറി കിടക്കുക. അടിച്ചത് മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് ഇവൾ ഇത് ചെയ്യാൻ പോയി. അവൾ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞില്ല, ദൈവ സാന്നിധ്യവും ദൈവത്തോടുള്ളതും നിന്നിട്ട് ബാക്കി എന്ത് നമ്മൾ ചെയ്യാൻ തുടങ്ങിയാലും അതെല്ലാം കുഴച്ചിലായി മാറും. അവൾ ചെയ്തിട്ട് എന്ത് ചെയ്തു? കുഴഞ്ഞു ഓടി കർത്താവിന്റെ അടുത്ത് വന്നിട്ട് എന്താ പറഞ്ഞേ? കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. ഈ മാർത്ത വന്നിട്ട് പറയാണ്, ഈ സഹോദരി എന്തിനാ ഇവിടെ വിട്ട്? അവളോട് പറ, ഇവിടെ ഇരിക്കാതെ എന്റെ അടുത്ത് വന്ന് എന്നെ ഒന്ന് സഹായിപ്പാൻ. ഞാൻ ചെയ്യുന്നെന്തോ നിനക്ക് വേണ്ടിയുള്ള ഫുഡിന്റെ മറ്റു ക്രമീകരണങ്ങളാ. നീ ഒരു കാര്യം ചെയ്യണം, ഇവിടെ വന്ന് അവൾ ഇരിക്കാതെ അവളോട് പറ എന്റെ അടുത്തേക്ക് വരാൻ. പക്ഷെ യേശു സാധാരണ നമ്മൾ എന്താ പറയണ്ടേ? അയ്യോ കഷ്ടപ്പെടുകയാണ്, മറിയെ നീ പോയി മാർത്തയെ ഒന്ന്. അതാണ് നോർമൽ മനുഷ്യന്റെ രീതിയിലുള്ള ആൻസർ. പക്ഷെ വന്ന ആൻസർ എന്തുവാ? അടുത്തത് കർത്താവ് അവളോട് നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയുമില്ല. ഇത്രയേ ഉള്ളൂ. മറ്റ് കിടന്നു കുഴയുന്നതിനേക്കാൾ അപ്പുറമായി ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവന്റെ അപ്പന്റെ സന്നദ്ധിയിൽ വന്ന് ഹൃദയം ഏകാന്തമായി വചനം കേൾക്കുന്നതാണ് 1-ാം സ്ഥാനം. 2-ാം സ്ഥാനമേ ഫുഡും അതിന്റെ ക്രമീകരണങ്ങളും മറ്റ് കാര്യങ്ങളും ഉള്ളൂ. അതിന്റെ അർത്ഥം അല്പമേ വേണ്ടൂ. നീ കർത്താവിൽ ഏകാന്ത ചിത്തയോടെ ഹൃദയം ദൈവത്തോട് ഏകാന്തമായാൽ ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. അതാർക്കും കവരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവാത്മാവ് ചിലരെ വിളിക്കുന്നു. മറിയെ പോലെ നല്ല അംശം തിരഞ്ഞെടുക്കുന്ന, മാർത്തയെ പോലെ പലതിലും കുഴയാതെ കർത്താവിന്റെ പാദപീഠത്തിൽ നിന്ന് കർത്താവിന്റെ വചനം കേട്ട് ജീവിപ്പാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയം ഏകാന്ത ചിത്തമായിരിക്കട്ടെ. അങ്ങനെ ഏകാന്ത ചിത്തമായിരുന്നാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. 0-യിൽ കിടന്നാലും
ഹീറോയാക്കി ദൈവം മാറ്റും. ഒന്നുകൂടെ പറയുന്നു, ഏകാദ ചിത്തയോടെ ദൈവസന്നദ്ധത്തിൽ കർത്താവിനെ സ്നേഹിച്ച് നിന്നാൽ, സീറോ ആയി പോയാലും പലതും നഷ്ടപ്പെട്ടാലും നിന്നെ ഹീറോയാക്കി നിർത്താൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നന്മയ്ക്കായിട്ട് വ്യാപരിക്കും, അത്ഭുതങ്ങൾ ചെയ്യും. ഹൃദയം ദൈവത്തോട് വന്നാൽ, ആ ദൈവത്തെ വിടാതിരുന്നാൽ നിന്നെ ഉയർത്തി മാനിച്ചിരിക്കും. രൂത്തിന്റെ പുസ്തകത്തിലെ ഒന്നാം വാക്യം വായിച്ചേ. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്തെ ഒരിക്കൽ ദേശത്തെ ക്ഷാമമുണ്ടായി. യഹൂദായിലെ ബേത്ലഹേമിലുള്ള ഒരു ആൾ തന്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്തെ പരദേശിയായി പാർപ്പാൻ പോയി. അപ്പോൾ യഹൂദയിലെ ബേത്ലഹേമിൽ ദേശത്തൊരു ക്ഷാമം ഉണ്ടായി. അന്ന് ന്യായാധിപന്മാർ, ജഡ്ജസ്, ന്യായപാലനം ദേശത്ത് ചെയ്യുന്ന കാലഘട്ടം. യഹൂദയിലെ ബേത്ലഹേമിൽ ക്ഷാമമുണ്ടായപ്പോൾ ബേത്ലഹേമിലെ ഒരു കുടുംബം, അവന്റെ ഭാര്യ, 2 പുത്രന്മാർ, അതായത് എലിമലേക്ക് എന്ന് പറയുന്ന വ്യക്തിയും അവന്റെ ഭാര്യയായ നവോമിയും 2 ആൺ തലമുറകളോട് ചേർന്ന് ബേത്ലഹേം വിട്ട് മോവാബ് ദേശത്തേക്ക് പോയി. എന്തുകൊണ്ട് ഈ മോവാബ് ദേശത്തേക്ക് പോകാൻ കാരണം? മോവാബ് ദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 2 ലെവലിൽ കിടക്കുന്നതാണ്. കുറച്ചു ഭാഗം സമതലമാണ്, കുറച്ചു ഭാഗം കുന്നും അതിന്റെ ചരിവുമുണ്ട്. ഒന്ന്, ഈ സമതലത്ത് നല്ല കൃഷി ചെയ്താൽ നല്ല വിളവുണ്ടാവും. നദിയുടെ തീരമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലം. അപ്പം അവിടെ വിതച്ചാൽ വിളവുണ്ടാവും. അപ്പോൾ തന്നെ ഇച്ചിരി കുന്നും ചരിവുകളുമുള്ള ഒരു പ്രത്യേക ചരിവിന്റെ ഭാഗമുണ്ട് ഈ മോവാബിന്. അവിടെ ഈ ആട് വളർത്തലിന് പറ്റിയ അറ്റ്മോസ്ഫിയറാണ്. പുൽമേടുകളും കയറാനും ഇറങ്ങാനും ആടുകളുടെ ഒരു അന്തരീക്ഷം. ഒരു സൈഡ് കൃഷിക്കും ഒരു സൈഡ് ആടുകളുടെ മേയലിനും ആടുകളുടെ ഇതിനും പറ്റും. അങ്ങനെ മോവാബിൽ ഇഷ്ടംപോലെ ആടുകളുണ്ടെന്ന് വിശുദ്ധ ബൈബിളിൽ പല ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഒരു പ്രതീക്ഷ, കുറച്ച് വിതയ്ക്കാം, കുറച്ച് ആടുകളെയൊക്കെ വളർത്തി ഒന്ന് ഈ ക്ഷാമം തീരുന്നവരെ ജീവിക്കാം എന്നുള്ള നല്ല പ്രതീക്ഷയോടാണ് ഈ ബേത്ലഹേമിൽ നിന്നും മോവാബ് ദേശത്തേക്ക്, ഹല്ലേലൂയ, എലിമലേക്കും തന്റെ ഭാര്യയായ നവോമിയും 2 പുത്രന്മാരും യാത്രയാകുന്നത്. പക്ഷേ അസാധാരണമായ ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. അവിടെ ചെന്നു, ഹല്ലേലൂയ, അവിടെ ചെന്നു കഴിഞ്ഞ് നോക്കിയപ്പോൾ അതിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു. 3-ാം വാക്യം പെട്ടെന്ന് വായിച്ച്. എന്നാൽ നവോമിയുടെ ഭർത്താവായ എലിമേലേക്ക് മരിച്ചു, അവളും 2 പുത്രന്മാരും ശേഷിച്ചു. നന്മ പ്രതീക്ഷിച്ചു പോയി, ഒരു തിന്മ സംഭവിച്ചു. അപ്പനായ എലിമേലേക്ക് മരിച്ചു, 2 പുത്രന്മാർ മാത്രം ഈ നവോമിക്ക് ശേഷിക്കുന്നു. ഈ പുത്രന്മാർ എന്തു ചെയ്തെന്നറിയാമോ? 4-ാം വാക്യം. ആ മോവാബ് ദേശത്തിലെ 2 സഹോദരിമാരെ ഈ വിവാഹം കഴിച്ചു. ഒരുത്തിക്ക് ഓർപ്പ എന്നും മറ്റുള്ളവർക്ക് രൂത്ത് എന്നും പേര് വന്നു. അവർ ഏകദേശം 10 വർഷം കുടുംബജീവിതം നയിച്ചു. വീണ്ടും തിന്മ സംഭവിച്ചു. ഈ നവോമിയുടെ 2 കല്യാണം കഴിച്ച ആൺമക്കളും എന്ത് ചെയ്തു? മരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വല്ലാത്തൊരു ഇത്. ഇപ്പോൾ ആര് ശേഷിക്കുന്നു? നവോമി എന്ന് പറയുന്ന അമ്മായിമ്മയും ഓർപ്പയും രൂത്തും എന്ന് പറയുന്ന 2 മരുമക്കളും കുഞ്ഞുങ്ങളും മാത്രം ശേഷിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോൾ, തിന്മയുടെ അനുഭവം വന്നിരിക്കുമ്പോൾ, കയ്പ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാർത്ത കേൾക്കുന്നു. 6-ാമത്തെ വചനം. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങി പോവാൻ തന്റെ മരുമക്കളോട് കൂടെ പുറപ്പെട്ടു. ശ്രദ്ധിച്ചേ, ഒരു വാർത്ത കേട്ടു. ദൈവം ഞങ്ങളുടെ ദേശത്തെ സന്ദർശിച്ചു. ഇപ്പൊ ക്ഷാമം മാറി, അവിടെ ആഹാരം കിട്ടി തുടങ്ങുന്നു. അതുകൊണ്ട് ഈ മോവാബിന്ന് വീണ്ടും പഴയതിലേക്ക് കടന്നു പോകുന്നു. ഏത് അവസ്ഥയിൽ കിടന്നാലും ദൈവം സന്ദർശിച്ചാൽ, ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടാൽ, ഏതു ക്ഷാമത്തും ആഹാരം വെളിപ്പെടുത്താൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് സന്ദർശിച്ച് മാറ്റേണ്ട ചില മണ്ഡലങ്ങൾ ദൈവം സന്ദർശിച്ചാൽ അത് സംഭവിക്കും. ഇനി ശ്രദ്ധിച്ചേ, ദൈവം സന്ദർശിച്ചപ്പോൾ ആ ദേശത്തിന്റെ അവസ്ഥയ്ക്ക് എന്തോ ചെയ്തു? മാറ്റമുണ്ടായി. ഇന്ന് ഇതൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവ്, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിന്റെ ചില മണ്ഡലങ്ങളിൽ എവിടാണ് കർത്താവിന്റെ സന്ദർശനത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടത്? അത് വെളിപ്പെട്ടാൽ അത്ഭുതം നടക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അടുപ്പിച്ച്
കുറച്ച് മഴയും തണുപ്പും വന്നപ്പോൾ നമ്മുടെ ഗ്രൗണ്ടിലെ പുല്ലുകൾ വീടിന്റെ മുറ്റത്ത് വേഗത്തിൽ വളർന്നു വരുന്നു, ഇലകൾ തളർത്തു തുടങ്ങുന്നു. ഹല്ലേലൂയ. കാരണം എന്താ? മഴയുടെ സന്ദർശനം, മഞ്ഞും മഴയുടെയും ഇനി മഞ്ഞുതുള്ളികൾ വരുന്നതാണ്. ഇലകൾ പച്ചിപ്പ് വന്നു തുടങ്ങുന്ന സമയമാണ്. വീണ്ടും അതിന്റെ അർത്ഥം ചില സന്ദർശനങ്ങൾ, ചിലതിന്റെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ദൈവം സന്ദർശിക്കുമ്പോൾ, ആത്മസാന്നിധ്യത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ ജീവിതത്തിൽ വരേണ്ട മാറ്റങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ചെയ്തിരിക്കും. യാത്ര തിരിച്ചപ്പോ സഹോദരി ഈ രണ്ട് മരുമക്കളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. കാരണം നിങ്ങൾ വന്നിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ഈ പ്രായമാണല്ലോ, തിരിച്ച് മോവാബിൽ പോയി നിങ്ങൾക്ക് വിവാഹം ലഭിക്കും, നിങ്ങൾക്ക് ജീവിക്കാം. ആദ്യം പറഞ്ഞു അല്ല ഞങ്ങൾ വരുന്നെന്ന് പറഞ്ഞു. വീണ്ടും നിർബന്ധിച്ചപ്പോൾ മനസ്സോടെ ഒരുത്തി ഓർപ്പ പറഞ്ഞു. ഓർപ്പ ചുംബിച്ച് പിരിഞ്ഞു. ഞാൻ അമ്മായിമ്മ അത്രയും നിർബന്ധിച്ചുകൊണ്ട് പിരിഞ്ഞു. അടുത്ത് രൂത്തിനോട് പറഞ്ഞിട്ട് രൂത്ത് സമ്മതിക്കുന്നില്ല. രൂത്ത് പറഞ്ഞൊരു വാക്കാണ്, ഹല്ലേലൂയ. 15-16 അപ്പോൾ അവൾ നിന്റെ സഹോദരി തന്റെ ജനത്തിന്റെയും തന്റെ ദേവന്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ. അത് കൂട്ടുള്ള നിന്റെ ഓർപ്പ ആ സഹോദരി അവരുടെ ജനത്തിന്റെയും മോവാബ് ജനത്തിന്റെയും അവരുടെ ദൈവന്മാരുടെ അടുക്കൽ മടങ്ങിപ്പോയല്ലോ. നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. ഈ രൂത്തിനോട് പറഞ്ഞു, നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ നീയും പൊയ്ക്കൊള്ള എന്ന് പറഞ്ഞു. അതിന്റെ ആൻസർ ആണ് ഇന്നത്തെ മെസ്സേജുമായി ബന്ധപ്പെട്ട് 16. അതിന് രൂത്ത് നിന്നെ വിട്ടുപിരിയാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോവാനും എന്നോട് പറയരുതേ. എന്നോട് ആ കാര്യം മാത്രം പറയരുത്. കാരണം നീ പോകുന്നിടത്ത് ഞാനും പോരും. ഞാൻ പാർക്കുന്നിടത്ത് നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. ഹല്ലേലൂയ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ ഇനി ആ ദേവന്മാരോടും ആ മോവാബിനോടും പോകത്തില്ല. എനിക്ക് ചിലപ്പോൾ ഒരു വിവാഹം ലഭിക്കുമായിരിക്കാം, പക്ഷെ എനിക്ക് എന്റെ ദൈവത്തെ കിട്ടത്തില്ല. ഹല്ലേലൂയ. ഞാൻ മോവാബിൽ പോയാൽ വിവാഹം കിട്ടും, പക്ഷെ എനിക്ക് അന്യദൈവനെ കിട്ടും. പക്ഷെ ഞാൻ നിന്റെ കൂടെ കൈപ്പോടെ വന്നാലോ എനിക്ക് നിന്റെ ദൈവം എന്റെ ദൈവം. ഇതാണ് നമ്മുടെ തീരുമാനം. ഇവിടാണ് നമ്മുടെ ജയമെടുക്കുന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പിശാച് നമ്മളോട് പറയും നീ പരേതിലോട്ട് മടങ്ങിപ്പോ. പക്ഷെ ദൈവം പറയുന്നത് നീ ഇതിലോട്ട് നിന്നാൽ നിന്റെ ദൈവം എന്റെ ദൈവമെന്ന് നീ പറയാൻ തയ്യാറായാൽ, കർത്താവിനെ സ്നേഹിക്കാൻ തയ്യാറായാൽ, നിന്റെ ഹൃദയം ചായാൻ തയ്യാറായാൽ, Reididente ribelasce tere albanada handaraba chidabala lekatara dhirabala handaraba rega tere reimakana handaraba sheke tere hallelujah. നിന്റെ ഹൃദയം വേറെങ്ങും ചായരുത്. രൂത്ത് പറഞ്ഞു എനിക്ക് പോയാൽ വേറെ ചില മെച്ചമുണ്ട്, പക്ഷെ നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ചാർച്ചക്കാർ എന്റെ ചാർച്ചക്കാർ. നീ കാരണം നിന്റെ കൂടെ വന്നാലേ എനിക്ക് ഈ നല്ല ദൈവത്തെ കിട്ടത്തുള്ളൂ. നിന്റെ ഹൃദയം പൂർണ്ണമായി എന്റെ ദൈവത്തോട് ചാഞ്ഞാൽ നിനക്ക് വേണ്ടി ചാഞ്ഞു വരുന്നൊരു ദൈവമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ നമുക്കെല്ലാം ഇച്ചിരി പാടാം. തിരിഞ്ഞാൽ അങ്ങോട്ട് നോക്കുമ്പോൾ മെച്ചമായത് കാണും. അത് അബ്രാമിന്റെ കൂടെ ഇറങ്ങി തിരിച്ച ലോത്ത് നോക്കിയപ്പോ മെച്ചമേറിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടു. തന്റെ ആടിനും മാടിനും ഒക്കെ കൊള്ളാമെന്ന് പറഞ്ഞു. പക്ഷെ ആദ്യം ഇറങ്ങി തിരിച്ചു, പിന്നെ നാഷ്ടത്തിലേക്ക് പോയി. പക്ഷെ ഒന്നുമില്ലാതെ അവൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് ഒറ്റപ്പെട്ട് നിന്ന് അബ്രാമിനോട് പറഞ്ഞു, ഇനി നീ തലപൊക്കി നോക്ക്, നീ കാണുന്നതെല്ലാം നിന്റേതാ. അവൻ ഒരു ചെറിയ തുണ്ടുപോഷനുമായി അവൻ പോയി, അത് നാശത്തിലേക്ക് പോകുക. ഇനി നീ തലപൊക്കി നോക്ക്, നീ കാണുന്നത്, നീ ചവിട്ടുന്നത് നിനക്ക് അവകാശമായി തരും. ചിലതിനോട് ദൂത് പറയുന്നു, ദൈവത്തെ സ്നേഹിച്ച് ചിലതൊക്കെ വേണ്ടാന്ന് പറഞ്ഞ് നീ മാറി നിന്നിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവം നിനക്കായി ചാഞ്ഞു വരുന്ന ഒരു സീസൺ ഉണ്ട്. നീ അധ്വാനിച്ചതിന്, നീ ഭാരപ്പെട്ടതിന്, നീ ഉപവസിച്ചതിന്, നീ പ്രാർത്ഥിച്ചതിന്, നീ ആരാധിച്ചതിന്, നീ വേർപെട്ടതിന്, നീ വിശുദ്ധിക്ക് വേണ്ടി നിന്നതിന് ഒരു മാനിക്കുന്ന സമയമുണ്ട്. നീ തള്ളപ്പെട്ടെന്ന് പറഞ്ഞോ, നീ വേദനപ്പെട്ടെന്ന് പറഞ്ഞോ, ഒറ്റപ്പെട്ടെന്ന് പറഞ്ഞോ, നീ ഒരിക്കലും ഭാരപ്പെടരുത്.
ഗതികെട്ട് ഇറങ്ങിത്തിരിച്ചു. പക്ഷെ ഇവള് ചെല്ലാൻ തുടങ്ങിയപ്പോ ആ മോവാബ് ദേശം വിട്ട് ഹല്ലേലൂയ ആ ബേഥലേമിലേക്ക് ചെന്നപ്പോ 22 എന്ന് വായിച്ചേ. 22 രൂത്ത് 1:22. ഇങ്ങനെ നവോമി മോവാബ് ദേശത്തു നിന്നും കൂടെ പോന്ന മരുമകൾ രൂത്ത് എന്ന മോവാബ് സ്ത്രീയുമായി മടങ്ങി വന്നു. അവർ യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ ബേത്ലഹേമിലെത്തി. ഇവരെത്തിയപ്പോ യവക്കൊയ്ത്തിന്റെ ബാർലി അതിന്റെ ഹാർവസ്റ്റ് നടക്കുക. നോക്കിക്കോണം, നിയോഗത്തോടെ ദൈവഭക്തിക്ക് വേണ്ടി കാല് വെക്കുമ്പോ നീ ചെല്ലുന്നിടത്തൊരു ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടും. തക്ക സമയത്ത് കൊണ്ട് ദൈവം അങ്ങ് പ്ലേസ് ചെയ്തു. യവത്തിന്റെ ബാർലിയുടെ കൊയ്ത്ത് നടക്കുക. അവള് പറഞ്ഞു, മൈമേ ഞാൻ പോയി പറക്കട്ടെ, നമ്മുടെ കാര്യങ്ങൾ നടക്കട്ടെ, ജോലി ഫുഡ് വേണ്ടേ. ചെന്ന് വയലിൽ ചെന്ന് ഒരു വയല് കണ്ടു. അവിടെ ഇരിക്കുന്നോട് ചോദിച്ചു, ഞാനും ചേർന്നോട്ടെ, നീയും പറക്കിക്കോളാൻ പറഞ്ഞു. ചെന്ന് വന്നത് എവിടാന്നറിയാമോ? അവിടുത്തെ സമ്പന്നനായ ഹല്ലേലൂയ ബോവസ് എന്ന് പറയുന്നവന്റെ വയലിൽ ഭാഗ്യവശാൽ വന്നു വീണു. നീ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോ പിന്നെ ദൈവം ചില കാര്യങ്ങൾ സെറ്റ് ചെയ്യും. നീ അറിയാതായിരിക്കും ചില കാര്യങ്ങൾ ചെയ്യുന്നത്, അതൊരു വലിയ നിയോഗമായി മാറും. ഹല്ലേലൂയ ഹല്ലേലൂയ. പിന്നീട് ശ്രദ്ധിക്കണം, ഈ ബോവസ് അവളെ കുറിച്ച് കേട്ടറിഞ്ഞു, മനസ്സിലാക്കി. എന്നിട്ട് അവളോട് പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കണം. 8 വായിച്ചോ, 8 പെട്ടെന്ന് വായിച്ചോ. 8. ബോവസ് രൂത്തിനോട്, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിലും പോകേണ്ട. അവളോട് പറയാ, ഇനി മുതൽ നിന്നോട് പറയുന്നു, അടുത്ത ദിവസം വേറെ വയൽ അന്വേഷിച്ചു പോകണ്ട, നീ ഇവിടെ തന്നെ 2:8. രൂത്ത് 2:8 വായിച്ചു. ഇവിടെ വിടുകയും വേണ്ട, ഇവിടെ എന്റെ ബാല്യക്കാരത്തികളോട് ചേർന്ന് കൊള്ളുക. അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക. ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോ പാത്രങ്ങൾ കരികെ ചെന്ന് ബാല്യക്കാർ കോരി വെച്ചിരിക്കുന്ന കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. സാധാരണ ദാഹിക്കുമ്പോ പോയി ചെന്ന് കിണറിൽ നിന്ന് കോരി കുടിക്കണം. പക്ഷെ ഇപ്പൊ പറയാ, നിന്നോടൊരു പറയുന്നു, നീ കോരണ്ട, ബാല്യക്കാർക്ക് കുടിക്കാൻ വേണ്ടി കോരി വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് നിനക്ക് കുടിക്കാൻ ഞാൻ നിനക്ക് അനുവാദം തരുന്നു. ഒന്നുമില്ലാതെ ഗതികെട്ട് ഇറങ്ങി തിരിച്ചവൾ ആ വയലിലെ ഹീറോ ആയിട്ട് മാറുക. ഇനി ഇവിടെ തന്നെ പറക്കിക്കോ, നീ ആരും നിന്നെ തൊടത്തില്ല, ആരും നിന്നെ ദൃഷ്ടി വെക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഹല്ലേലൂയ, നിനക്ക് വേണ്ടത് എന്ത് വരുന്നു? ഹല്ലേലൂയ, നിനക്ക് വേണ്ടത് കോരി കുടിക്കാൻ അവിടെ വെച്ചിട്ടുണ്ടെന്നോ, നീ കോരി കുടിക്കുക. അത് നിൽക്കുമ്പോൾ തന്നെ ഒരു വേറൊരു വെളിപ്പാടിൽ പറയാം, നീ എവിടൊക്കെ ഗതികെട്ട് ഓടിയാലോ എത്തേണ്ട വയലിൽ, ക്രിസ്തുവാകുന്നവന്റെ വയലിൽ നീ എത്തിക്കഴിഞ്ഞാൽ ഒരുത്തനും നിന്നെ ദൃഷ്ടി തൊടാതെ നിന്നെ കാത്തു പരിപാലിക്കുന്ന നല്ല യജമാനനുണ്ട്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി നിന്റെ ദാഹം തീർക്കാൻ ധാരാളം പരിശുദ്ധാത്മാവ് അവൈലബിൾ ആണ്. നീ വിശ്വസിച്ച് ടേക്ക് ഇറ്റ്, വിശ്വസിച്ച് സ്വീകരിച്ചാ മതി. അതിന്റെ 12 വായിച്ച്. 12 നിന്റെ പ്രവർത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. നീ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചു വന്നുകൊണ്ട് എല്ലാം മറന്ന് നീ ആശ്രയിച്ചു, നിനക്ക് പൂർണ്ണ പ്രതിഫലം ദൈവം തരട്ടെ. ഒന്ന് ശ്രദ്ധിച്ചേ പ്രിയരെ, ഈ രൂത്ത് പിന്നീട് ആരായി തീർന്നെന്നറിയാമോ? ആ വയലിന്റെ എല്ലാം ഉടമസ്ഥയാക്കി ദൈവം അവളെ മാനിച്ചു. 0 ആയിട്ട് വന്ന് ഒന്ന് പറക്കാൻ, അന്നതിന്റെ ആഹാരം പറക്കാൻ വന്നവൾ അതിന്റെ ഉടമസ്ഥയാക്കി ദൈവം മാറ്റി. അത് മാത്രമാണോ? പ്രത്യേകിച്ച് ഈ മാസത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിന്റെ പിറവിയെ ഓർക്കുന്നതാണ്. മത്തായി 1 വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വംശാവലി വായിച്ചു വരുമ്പോ, ഹല്ലേലൂയ, വായിച്ചു വരുമ്പോ ബോവസ്, രൂത്ത്, അവിടെ നിന്ന് ഇന്നാള് ജനിച്ചു, അവിടെ നിന്ന് മിശിഹാ ജനിച്ചു, അവിടെ നിന്ന് ദാവീദ് ജനിച്ചു, ദാവീദിന്റെ സന്തതിയായി ക്രിസ്തു ജനിച്ചു. ഹല്ലേലൂയ. ഒന്നുമില്ലാതെ മോവാബ് ദേശത്ത് കിടന്നവളെ ക്രിസ്തുവിന്റെ വംശാവലിയിൽ കൊണ്ടെത്തിച്ചതാണ് ഈ ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. ഹൃദയം ദൈവത്തോട് ചാഞ്ഞു നിൽക്കുന്നവരെ ദൈവം ഉയർത്തി മാനിക്കും.
പശ്ചാത്തലം നോക്കിയാൽ, പാരമ്പര്യം നോക്കിയാൽ, ഈ മോവാബ് സ്ത്രീയായ രൂത്തിന് യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ അവന്റെ കുടുംബ പാരമ്പര്യത്തിൽ വരാൻ യാതൊരു യോഗ്യതയില്ല. പക്ഷെ ഒറ്റ കാരണം, അമ്മായിമ്മ പൊയ്ക്കോ 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 എന്ന് പറഞ്ഞ് തടസ്സം ചെയ്തിട്ടും അല്ല, നിയോഗം മനസ്സിലാക്കി ഈ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇത് മനസ്സിലാക്കണം. ചില സമയത്ത് പിശാച് ഈ പ്ലാൻ ഉപയോഗിക്കും, നിന്നെ അതിൽ നിന്ന് മാറ്റാൻ പല സമ്മർദ്ദം ഉണ്ടാക്കാം. പക്ഷെ അത് നിന്റെ ഭയങ്കര വിജയത്തിന് മുന്നോടിയാണ്. ആരെങ്കിലും ഈ ദിവസങ്ങളിൽ വല്ലാത്ത പ്രഷർ നിന്റെ ജീവിതത്തിൽ ഇരുട്ടിന്റെ മണ്ഡലം കൊണ്ടുവരുന്നെങ്കിൽ മനസ്സിലാക്കിക്കോ, അടുത്തത് നിനക്ക് ഭയങ്കര വിടുതല. രൂത്തിനെ പോലൊരു മാന്യത.